നിങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് കുറച്ച് പൈസ കിട്ടാനുണ്ട് എന്ന് വിചാരിക്കുക. അതായത് നിങ്ങളൊരു കയറ്റുമതിക്കാരനാണെന്ന് വിചാരിക്കുക. അപ്പോഴേ ശരിക്കും മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് പറയുക, ഇപ്പം നിങ്ങളുടെ ബന്ധുക്കൾ വിദേശത്തുണ്ട്, അവർ നിങ്ങൾക്ക് പൈസ അയച്ചു തന്നില്ല, അതിനൊന്നും നടപടിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളൊരു കയറ്റുമതിക്കാരനാണെന്ന് വിചാരിക്കുക. നിങ്ങൾ ആദ്യം ഒരു 1 കോടി രൂപയുടെ സാധനം വിദേശത്തോട്ട് അയച്ചു. അപ്പോൾ അവൻ്റെ പ്രോപ്പർ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവർ ബാങ്കിൽ LC ഓപ്പൺ ആക്കി തരണം. LC ഓപ്പൺ ആക്കി തന്ന് നിങ്ങൾ ഷിപ്മെൻ്റ് നടത്തി ഷിപ്പിംഗ് ഡോക്യുമെൻറ്റ്സ്, അതായത് ബിൽ ഓഫ് ലേഡിങ് കൊണ്ട് ബാങ്കിൽ കൊടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് ക്യാഷ് റിലീസായി കിട്ടുന്നത്. അപ്പോൾ ചിലപ്പം ബയേഴ്സ് നിങ്ങളോട് കടം ചോദിക്കും, കയറ്റുമതിക്കാരോട് 1 കോടിക്കൊക്കെ. അപ്പോൾ അവർ ഈ 1 കോടി രൂപയ്ക്ക് നിങ്ങൾ കടം കൊടുക്കുമ്പോൾ ആദ്യമൊക്കെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് തരും, നിങ്ങളുടെ വിശ്വാസം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട്. ഒരുപാട് അങ്ങനെ സംഭവിക്കുന്നുണ്ട്, ഒരുപാട് സംഭവിക്കുന്നു. സംശയം വേണ്ട, എൻ്റെ കയ്യിൽ തന്നെ ധാരാളം കേസുകളുണ്ട്. അപ്പോൾ ആദ്യം ചിലപ്പോൾ അഡ്വാൻസ് വരെ അയച്ചു തരും. ആ അഡ്വാൻസ് അയച്ചു തരുമ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം അവരൊരു 2-3 കോടി രൂപയ്ക്ക് ചോദിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കടം കൊടുക്കാൻ നിങ്ങൾ നിർബന്ധം. അപ്പം ആ പൈസയും ചിലപ്പോൾ തന്നു വരും, അല്ലെങ്കിൽ അതിൻ്റെ 50% തന്നു വരും. അങ്ങനെ 5 കോടിയായി 10 കോടിയായി എന്ന് വിചാരിക്കുക, നിങ്ങൾ കൊടുക്കുന്നു. ആ പൈസ കിട്ടാതെ വലിയൊരു എമൗണ്ട് ആകുമ്പോൾ, അതായത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളൊരു കയറ്റുമതിക്കാരനാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന വില ഒരിക്കലും ബാർഗെയിൻ ചെയ്യാതെ വരും. വാങ്ങുന്ന ആളുണ്ടല്ലോ, നിങ്ങളൊരു വില പറഞ്ഞു, അതിന് ബാർഗെയിൻ ചെയ്യില്ല. കാരണം എന്തായാലും കൊടുക്കണ്ടല്ലോ, പിന്നെ എന്തിനാ ബാർഗെയിൻ ചെയ്യുന്നത്? അങ്ങനെ ആയിരിക്കാം അയാളുടെ മെൻറ്റാലിറ്റി. ഒരിക്കലും തർക്കിക്കില്ല. അങ്ങനെ വാങ്ങിച്ച് ആദ്യം കാശ് തരികയും ക്രമേണ നിങ്ങളെ പറ്റിക്കുകയും വൻ ചതിയിലോട്ട്. അപ്പോൾ പൈസ പോകുമ്പോൾ ഒരു 10 കോടി രൂപ നിങ്ങൾക്ക് പോയി എന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ ഈ 10 കോടി രൂപ പോകുന്ന അവസരത്തിൽ കയറ്റുമതിക്കാരൻ ഏതെങ്കിലും അവരെ പരിചയക്കാരെ അല്ലെങ്കിൽ ആ ബിസിനസ്സിലുള്ള, ഇപ്പം നിങ്ങൾ ഹൈക്കോടതി കേസ് കൊടുക്കാൻ പറയും, ഹൈക്കോടതി ഇതിൻ്റെ കേസ് എടുക്കില്ല. പിന്നെ സുപ്രീം കോടതി കേസ് എടുക്കില്ല. കാരണം നിങ്ങൾ രണ്ടുപേരും മലയാളികളാണ്, പരിചയക്കാരാണെങ്കിൽ പോലും നിങ്ങൾ രണ്ടുപേരും 2 രാജ്യത്തിലിരുന്ന് കച്ചവടം ചെയ്തതുകൊണ്ട് 2 രാജ്യത്തിൻ്റെ ജൂറിസ്ഡിക്ഷനാണ്, 2 രാജ്യത്തിൻ്റെ നിയമങ്ങൾ വരികയാണ്. രണ്ടുപേരും മലയാളിയാണ്, വാങ്ങിയ ആളും വിൽറ്റ ആളും മലയാളികളാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. രണ്ടുപേരും എറണാകുളത്താണ് താമസമെന്നും വിചാരിച്ചു കൊള്ളുക. അപ്പം കോസ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് രണ്ടുപേരും 2 രാജ്യത്തിരുന്നത് കൊണ്ട് കേസ് അന്താരാഷ്ട്ര നിയമങ്ങൾ ബാധകമായി വരുന്നത് കൊണ്ട് ഈ കേസ് വാദിക്കുന്നത് അന്താരാഷ്ട്ര കോടതിയിലാണ്. അപ്പോൾ ഇതിന് ചിലപ്പോൾ ചില വക്കീലന്മാർ പറയും, നമുക്ക് കേസ് എടുത്ത് കളയാം, അവനെതിരെ കേസ് ഇന്ത്യൻ എംബസി എന്നൊക്കെ പറയുന്നത്, ഇതുപോലെയുള്ള കച്ചവടങ്ങൾ നിങ്ങൾക്ക് കാശ് നഷ്ടമാകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വേണ്ടിയുള്ള പൈസ വാങ്ങിത്തരാനായിട്ടുള്ള ഗുണ്ടാ പ്രവർത്തനമൊന്നും അവർ ചെയ്യുന്നില്ല. അവരൊക്കെ ഇന്ത്യൻ എംബസി, പോലീസ് എന്താ ചെയ്യുന്നത് അതുപോലെ തന്നെയുള്ള ഇന്ത്യൻ എംബസി, അവർ ലോ ആൻഡ് ഓർഡർ നോക്കും. പിന്നെ ഇപ്പം വിദേശത്തോട്ട് മിനിസ്റ്റേഴ്സ് പോകുമ്പോൾ അവർ അറേഞ്ച്മെൻ്റ് ഒക്കെ ഇന്ത്യൻ എംബസി ചെയ്യും. അല്ലെങ്കിൽ അവർ എന്തെങ്കിലുമൊക്കെ അതുപോലെയുള്ള ഇഷ്യൂസ്, ഇന്റേണൽ ഇഷ്യൂസ് ഉണ്ട് നമ്മുടെ രാജ്യങ്ങളിൽ തമ്മിൽ, അതൊക്കെ ഇന്ത്യൻ എംബസി നോക്കും. അല്ലാതെ നിങ്ങളുടെ പൈസ വാങ്ങിച്ചു തരാനായിട്ട് അവർ ജസ്റ്റ് ഒന്ന് അന്വേഷിക്കുക മാത്രമേ ചെയ്യുള്ളൂ. അതിനൊക്കെ വേറെ പ്രൊസീജിയറാണ്, ഫോർമാലിറ്റീസാണ്. അതുപോലെ നിങ്ങൾക്ക് പോലെ പേയ്മെൻറ്റ് കിട്ടാനുണ്ടെന്നുണ്ടെങ്കിൽ പറയുക, അതിൻ്റെ കേസ് പിന്നെ ഫയൽ ചെയ്ത് ആ പൈസ നിങ്ങൾക്ക് തരുന്നത് വരെ പിന്നെ അവൻ അടുത്ത കച്ചവടം ചെയ്യാണ്ടാക്കും. മനസ്സിലാവുന്നു? പറ്റിക്കുന്നവരെ പറ്റിക്കാൻ വേറെ നിയമങ്ങളുണ്ട് അതിനകത്ത്. അല്ലാതെ നിങ്ങൾ നേരിട്ട് തർക്കത്തിലോട്ട് ഇടപെടാതെ ഏതെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ സമീപിക്കുക. ഞാൻ വേണ്ട ഗൈഡൻസ് തരാം. നന്ദി, നമസ്കാരം.